സെമി ടെസറിൻ്റെ അകത്ത് ഒരു ലുക്ക് ഭയങ്കര ഒരു ഗ്രാൻഡ് ഫീലിനകത്ത് വന്നിട്ട് നമുക്കൊരു ഒക്കേഷൻ കല്യാണത്തിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കൺവീനിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ട്രഡീഷണൽ ബനാറസിയുടെ ആ ഒരു സ്റ്റൈൽ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റൈലും കൂടെയാണ്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നമുക്കത് വെയിറ്റ് തീരെ ഇല്ലാത്ത ഒരു സാരിയാണ്. ആൻഡ് അതിൻ്റെ ഫോള് ഇതിൻ്റെ ബോർഡറിന് മാത്രം നമുക്ക് ആ ഒരു സെറി വീവിങ്ങിൻ്റെ ഒരു വെയിറ്റ് വരുമല്ലോ, അത് മാത്രം വരുന്ന കാരണം പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. നല്ല എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഓഫ് പ്ലീറ്റ്സ് ആണ്. നല്ല ആ ഒരു അറ്റത്ത് മാത്രം ഒന്ന് ഉരുണ്ട് നല്ല ഭംഗിയായിട്ട് അത് കിടക്കുന്ന രീതിയിൽ ഒതുക്കി എടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. എൻ്റെ ഒരു കളർ ഭയങ്കര രസമുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ട്രഡീഷണൽ കളേഴ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് കോഫി ബ്രൗൺ നമ്മൾ അങ്ങനെ ഓവർ യൂസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ലാത്തൊരു ഷെയ്ഡുമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഗോട്ട് എ ഡിഫറെൻറ്റ് പ്ലേസ്. അതിനൊരു പ്രത്യേകിച്ചൊരു ഭംഗിയാണ് അതിനെപ്പോഴും കാണുമ്പോഴത്തേക്ക്. ആൻഡ് ഇത് നമുക്ക് 4599 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്, NN 150 എന്ന കോഡിൽ. ആൻഡ് ഇതിനകത്ത് ഫുള്ളൊരു ആൻറ്റി ഗോൾഡൻ സെറിയിലാണ് ആ ഒരു വീവിങ് ടോൺ വന്നിരിക്കുന്നത്. ബോഡിയിൽ അതിൻ്റെ കൂടെ തന്നെ സിൽവർ ബൂട്ടാസും കൂടെ മോട്ടീവ്സ് ആയിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വന്നിരിക്കുക. സർക്കുലർ മോട്ടീവ്സിൻ്റെ അകത്ത് വി ഹാവ് ഫ്ലോറൽ ഡിസൈൻസ് ഇൻ ഇറ്റ് ആൻഡ് ട്രഡീഷണൽ ബനാറസി ബോർഡർ പാറ്റേണുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പർ ബോർഡർ ഷോർട്ടറാണ്, ആ ഒരു ഫ്ലോറൽസ് മാത്രം. ലോ ബോർഡറിൽ ഒരു ബ്രിക്ക് ലേ പോലത്തെ ഉള്ള ഒരു ജോമെട്രിക് പാറ്റേണും കൂടെ ആയിട്ട് മൾട്ടിപ്പിൾ ബോർഡേഴ്സ് ആയിട്ടാണത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന ആക്ച്വലി സാമ്പിൾ സാരിയാണ് കേട്ടോ. നമ്മുടെ റിയൽ സാരി വരുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സെയിൽ പീസസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു എഡ്ജിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന കളർ സെൽഫ് കളർ തന്നെ വരത്തുള്ളൂ കേട്ടോ. അത് മൈക്രോ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന എഡ്ജസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി ആ ഓവർലോക്കിംഗ് ടെക്നീക്ക് നമ്മൾ സെയിം കളറിനകത്ത് തന്നെ വരുമ്പോഴത്തേക്ക് അത്രയും വിസിബിൾ ആയിട്ട് വരത്തില്ല, പക്ഷെ അത് ഭയങ്കര നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്യും. NN 150 സെമി ടെസറിൻ്റെ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ടെസർ കണ്ടൻറ് ഇല്ല കേട്ടോ, പക്ഷെ സെമി ടെസറിൻ്റെ ആ ഒരു നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്. ആൻഡ് ആ ഒരു ടാസൽ ഡീറ്റെയിലിംഗ് ഒക്കെ നീറ്റ്ലി ഫിനിഷ്ഡ് ആണ് കേട്ടോ. മൾട്ടി നോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ടാസൽസ് ആണ്. ലോങ് ആ ഒരു സെറി ടാസലിൻ്റെ തന്നെ ഡീറ്റെയിൽ തന്നെയാണ്. ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ സെറി ടാസലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബ്ലൗസും എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് നമ്മൾ എന്തായാലും ആഡ് ചെയ്തേക്കാം ഫോർ യു ഗൈസ് ടു സീ. ഫോട്ടോസിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. NN 150 വെരി കംഫർട്ടബിൾ സാരി ആൻഡ് ഈസി ടു ക്യാരി അറൗണ്ട് ആണ്. നമുക്കത് ആ ഒരു ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയാണ്. ആ ഒരു മൾട്ടിപ്പിൾ പ്ലീറ്റ്സ് എടുത്ത് ഡ്രേപ്പ് ചെയ്യണമെങ്കിലും നല്ലൊരു ക്ലാസി ലുക്കിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി. ഓൺലി 4599. ടിഷ്യൂ സാരി. ഞാൻ ഇന്ന് ഒരു ഗ്രേ ടോണിലെ ടിഷ്യൂ, നമ്മളങ്ങനെ പൊതുവെ കാണുന്ന ഒരു ടോണല്ല ഗ്രേ ടിഷ്യൂ എന്ന് പറയുന്നത്. സെറിയുടെ ആ ഒരു ഫുൾ ടോണിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സും കൂടി വന്നിട്ടുണ്ട്. ആൻറ്റി ഗോൾഡൻ സെറിയും സിൽവറിൻ്റെ ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ ആൻഡ് ബോഡിയിൽ പോൾക്ക വീവിങ് പാറ്റേൺ ആണ്. അത് ഒരു സിൽവറി യാൻസിൻ്റെ കൂടെ ഒരു കോപ്പർ ടോണും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ലുക്ക് നമുക്കൊരു അല്ലെങ്കിൽ ഇതേ ഒരു കളർ കോമ്പിനേഷൻസിൻ്റെ അകത്ത് നമുക്ക് ഒരു ലുക്കും കൂടി വന്നിട്ടുണ്ട്. ദിസ് ഇസ് ദി നെക്സ്റ്റ് വൺ. ഇത് ഫുൾ ഫ്ലോറൽ പാറ്റേണിൻ്റെ അകത്ത്. അപ്പോൾ പോൾക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു മിനിമൽ ഫീലാണ്. കുറച്ചും കൂടി ഹെവിയർ പാറ്റേൺ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദി നെക്സ്റ്റ് സാരി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്ലൗസ് ഒരേപോലെ ആട്ടോ വരുന്നത്. നമുക്കതിനെ ഒന്ന് കാണാം. അപ്പം ഫ്ലോറൽ ഡിസൈനിൻ്റെ ആ ഒരു വീവിങ് സ്റ്റൈലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നത് കാരണം അതിൻ്റെ പ്രൈസ് റേഞ്ച് 2999 ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന സാരി 2799 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഒരു സിൽവർ ആൻഡ് കോപ്പറിൻ്റെ സ്ട്രൈപ്പ് കോമ്പിനേഷൻ വിത്ത് ഫ്ലോറൽ ഡിസൈനായിട്ടാണ് വരുന്നത്. NNൻ്റെ കോഡാണ്. NN 152ഉം 157ഉം ആയിട്ടുള്ള രണ്ട് കോഡ്സിൻ്റെ അകത്താണ് വരുന്നത്. പല്ലു പോലെ തന്നെ ബ്ലൗസും വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ വേരിയേഷൻ മാത്രമാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഒരു ഇൻസൈഡ് പോർഷനിൽ നമുക്കിങ്ങനെ ഒരു യാൻസ് കട്ടായിട്ട് വരും. ഇതെല്ലാം പവലൂം ബേസ്ഡ് സാരിയാണ്. ആൻഡ് ഇത് ടിഷ്യൂവിൻ്റെ അകത്തുമാണ് വരുന്നത്. അപ്പോൾ ഒരു ഓർഗൻസയുടെ ഒരു വീവിങ് സ്റ്റൈലാണ്, പക്ഷെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. ഫുൾ ടിഷ്യൂ സാരിക്കകത്ത് നമുക്ക് നല്ല രണ്ട് പാറ്റേൺസ്. അപ്പോൾ ഇത് നമുക്ക് ടിഷ്യൂവിൻ്റെ ഒരു ബിഗ് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനടുത്തായിട്ട് അത് ഒരുപാട് സ്റ്റൈൽസിൻ്റെ അകത്തും ആൻഡ് ഇൻ ഡിഫറെൻറ്റ് ടോൺസ് ഓഫ് ടിഷ്യൂ ഓൾസോ. നമ്മളിതെന്തായാലും മിസ് ഔട്ട് ചെയ്യേണ്ട.
നല്ലൊരു ഒക്കേഷണൽ വെയറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈവനിങ് വെയറിനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ബ്ലൗസും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഫീലിൽ വീവിങ് പാറ്റേണിനകത്ത് ആ ഒരു ബ്രൊക്കേറ്റ് സ്റ്റൈലിൽ തന്നെയാണല്ലോ ബ്ലൗസും വന്നിരിക്കുന്നത്. സോ ഇറ്റ് മേക്സ് എ റിയലി ഗുഡ് സാരി. ആൻഡ് ഡാർക്ക് പെൻസിൽ ടോണിൽ വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡാണ്, ഒരു ഗ്രാഫൈറ്റ് അങ്ങനത്തെ ഉള്ളൊരു കളർ. സോ ബ്യൂട്ടിഫുൾ ലുക്ക്. ചെക്ക് ഇറ്റ് ഔട്ട്. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് NN 152 ആൻഡ് 157. ബത്തീക് പ്രിൻറ്റഡ് ലുക്ക് ആൻഡ് ഒരു ഭയങ്കര കാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് സാരി. ഈ ഒരു മെറ്റീരിയൽ ബേസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫെമിലിയർ ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ബിക്കോസ് ഉടുക്കാൻ ഭയങ്കര സുഖമുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ബത്തീക് ലുക്ക്, അപ്പോൾ ബ്ലാക്ക് ആണ്, അപ്പോൾ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ബ്ലാക്കിനോട് ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതെല്ലാം പറ്റും. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ വന്നിരിക്കുന്ന ബ്ലൗസ് ഇപ്പം ബോഡിയിലൊരു കെസിയ വീവിങ് വരുന്നുണ്ട് സാരിക്കകത്തൊരു വെർട്ടിക്കൽ പാറ്റേൺ. അത് ഇല്ലാണ്ട് നമുക്ക് സോളിഡ് ആയിട്ട് വിത്ത് ബോർഡേഴ്സ്, സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ബ്ലൗസിൻ്റെ ബോഡി ഇസ് സോളിഡ് ആൻഡ് ദെൻ ഈ ഒരു ബോർഡർ പാറ്റേണോട് കൂടി വന്നിരിക്കുന്ന ബ്ലൗസ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ടസ ലൈക്ക് ഒരു ഫിനിഷും നമുക്ക് വരുന്നുണ്ട്. സീക്വൻസ് വീവിങ്ങിൽ വന്നിട്ടുള്ള പല്ലു. ആൻഡ് എന്താ പറയുക, നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് അതിനകത്ത് നല്ലൊരു ഓപ്ഷൻ. പിന്നെ ബത്തീക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹാൻഡ് ആൻഡ് പ്രോസസ്സിൽ വരുന്നതാണ്. ഡൈ ഫിക്സേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ ദിസ് ഇസ് നോട്ട് എ മിൽ ഡൈറ്റ് ഫാബ്രിക്. അപ്പം മാക്സിമം നമ്മൾ ഇതിനകത്ത് ഡൈ ഫിക്സ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്റ്റിൽ ദർ ഇസ് ഗോയിങ് ടു ബി സ്ലൈറ്റ് ചാൻസസ് ഓഫ് കളർ ബ്ലീഡിങ്. അത് നമ്മൾ മിൽഡൈഡ് അല്ലാത്ത ഫാബ്രിക്സിന് എപ്പോഴും വരുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഫാബ്രിക്സ് നമുക്കിപ്പോൾ റെഡിമെയ്ഡ്സിലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് മിൽഡൈഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് പോസിബിൾ ആണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. അപ്പം US 228 എന്ന കോഡിൽ 1999 റേഞ്ചിലാണ്, 1099 റേഞ്ചിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാം. ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഓഫ് ദ സാരി ഈസ് ഗോയിങ് ടു ബി ഓൾമോസ്റ്റ് സിമിലർ. അതിൻ്റെ അകത്തെ ഒരു ബത്തീക്കിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ നമുക്ക് ലൈറ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് ആ വൈറ്റിഷൻസ് കുറയുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻസൈഡ് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദെൻ ഓബ്വിയസ്ലി ദർ ഇസ് എ സർഫസ് ഫിനിഷിങ്. ഇപ്പോൾ ബഗൽപൂരി ലിനനിലാണ് ഇതിൻ്റെ പറയുമ്പോൾ ലിനൻ ഫിനിഷിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ആൻഡ് സിന്തറ്റിക് ഫീൽ ഇല്ലാണ്ട് നമുക്ക് ക്യാഷ്വലായിട്ട് സ്റ്റാർച്ച് ചെയ്യണമെങ്കിലൊക്കെ സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്ന ലുക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി.